പാരഡി ഗാനത്തിലെ കേസ് നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ പോലീസിൽ തർക്കം നിലനിൽക്കുമ്പോഴും കേസുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാർ തീരുമാനം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് വ്യക്തം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയവും VC നിയമന വിഷയത്തിൽ സർക്കാർ ഗവർണർക്ക് കീഴടങ്ങി എന്നതടക്കമുള്ള ആരോപണങ്ങളും സജീവ ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് കേസിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. കേസെടുത്ത നടപടിയിൽ CPIക്കുൾപ്പെടെ അതൃപ്തിയുണ്ട്. പിന്നണിക്കാർക്കെതിരെ കേസെടുത്താൽ നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പാരടിപ്പാട്ടിൽ കേസെടുത്തത് പൊല്ലാപ്പാകുമെന്ന ആശങ്കകൾക്കിടയിലും തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പോലീസിന് ലഭിച്ച നിർദ്ദേശം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിക്കുന്ന ഇടതുപക്ഷം പാരടിപ്പാട്ടിൽ കേസെടുത്ത നടപടി ശരിയായില്ലെന്ന പക്ഷമുള്ളവർ പാർട്ടിയിലും മുന്നണിയിലുമുണ്ട്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ നിന്ന് ചർച്ചകൾ വഴിതിരിച്ചുവിടാൻ പാരഡി കേസ് തുണയ്ക്കുമെന്നാണ് CPMലെ ഒരു വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ. കേസിൽ പാർട്ടിക്ക് പ്രത്യേക താല്പര്യമില്ലെന്നും വിശ്വാസ സമൂഹത്തിന്റെ ആശങ്കകൾക്കൊപ്പമാണ് സർക്കാരെന്നുമുള്ള നിലപാടും ഇതിന്റെ ഭാഗമാണ്. എനിക്കറിയില്ല, അത് നിയമപരമാണ്. പാർട്ടി ഒരു നിലപാടൊന്നും അത് സംബന്ധിച്ചെടുത്തിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടില്ല. വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നവർക്കെതിരെ കടുത്ത നടപടി എന്ന നിലപാടിലൂടെ ശബരിമല വിശ്വാസികളുടെ പിന്തുണ നേടാനാകുമോ എന്ന ശ്രമവും CPM നടത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു വിശ്വാസത്തെ കളിയാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹം വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ മൂർത്തിയെ കളിയാക്കുകയോ ചെയ്യുന്ന നിലയിൽ ആ സമൂഹത്തിന് വേദന ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പാരഡി ഗാനം നമുക്കത് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല. പാരഡി ഗാനത്തിൽ കേസെടുത്തത് പാരഡിയേക്കാൾ വലിയ തമാശയെന്നാണ് പ്രതിപക്ഷ പരിഹാസം. കേസും ചർച്ചകളും ശബരിമല വിവാദം കുറെ കൂടി സജീവമാക്കാൻ ഉപകരിക്കുമെന്നും UDF കണക്കുകൂട്ടുന്നു. ഇത് കേരളത്തിന് അപമാനകരമായ കാര്യമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഇത് ഞങ്ങൾ പരിഹാസത്തോടെ നോക്കിക്കാണുന്നു. ആ പാട്ട് എഴുതിയ ആളെയും അതിന് മ്യൂസിക് കൊടുത്ത ആളെയും അത് പാടിയ ആളെയും എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി നിയമപരമായും രാഷ്ട്രീയമായും സംരക്ഷിക്കും. കേസെടുത്ത നടപടി കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും സർക്കാരിനില്ലാതില്ല. മീഡിയ 1 തിരുവനന്തപുരം. സർവകലാശാല VC നിയമന സമവായത്തിൽ CPIക്ക് അതൃപ്തി. സർക്കാർ സമവായം ഗവർണർക്ക് വഴങ്ങിയെന്ന് പ്രതീതിയുണ്ടാക്കിയെന്ന് CPIയിൽ അഭിപ്രായം. കേരള സർവകലാശാല രജിസ്ട്രാറെ മാറ്റിയതിലും വിയോജിപ്പുണ്ട്. എന്നാൽ തൽക്കാലം പരസ്യ പ്രതികരണം വേണ്ടെന്നാണ് CPI തീരുമാനം. PM ശ്രീ വിഷയത്തിലെ സമാന നിലപാടാണ് VC നിയമനത്തിലെ സർക്കാർ ഗവർണർ സമവായത്തിലും CPIക്കുള്ളത്. മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ചയിലുണ്ടായ സമവായത്തിൽ വിട്ടുവീഴ്ച ചെയ്തെന്ന പ്രതീതിയുണ്ടായെന്നാണ് CPIയുടെ അഭിപ്രായം. RSS അജണ്ട നടപ്പിലാക്കുകയാണ് ഗവർണർ എന്ന വിമർശനമാണ് ഇടതുപക്ഷം തുടർച്ചയായി ഉയർത്തുന്നത്. അതിനിടെ സാങ്കേതിക സർവകലാശാല VCയായി സിസ തോമസിന്റെ നിയമനം ഗവർണർക്ക് വഴങ്ങലായി പോയെന്നാണ് CPIയുടെ അഭിപ്രായം. എന്നാൽ സമവായം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമെന്നാണ് CPM വാദം. ഭരണപരമായ നടപടിയുടെ പ്രശ്നമായതുകൊണ്ട് അത് ആ അർത്ഥത്തിലുള്ള ചില നിലപാടുകൾ ചില സമയത്ത് എടുക്കേണ്ടി, ഇത് ഒരു ദിവസം പോലും നീട്ടിവെക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളൊക്കെ ചില പ്രശ്നങ്ങളിൽ വരും. കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ മാറ്റിയതിലും CPIക്ക് അതൃപ്തിയുണ്ട്. ഭാരതാംബ ചിത്ര വിവാദവുമായി ബന്ധപ്പെട്ടാണ് VC മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. VCയുടെ നടപടിക്കെതിരായ രാഷ്ട്രീയ നിലപാട് സംഘപരിവാർ വിരുദ്ധ പോരാട്ടമായാണ് ഇടതുപക്ഷം കണ്ടിരുന്നത്. അനിൽകുമാറിനെ മാറ്റിയതോടെ ഇതിലും വിട്ടുവീഴ്ച ചെയ്തുവെന്ന സന്ദേശമാണ് നൽകുന്നതെന്നും CPI കരുതുന്നുണ്ട്. PM ശ്രീയിൽ ഒപ്പിട്ടത് ഇടതുനയ വ്യതിയാനമെന്നായിരുന്നു CPI നിലപാട്. കടുത്ത നിലപാട് CPI സ്വീകരിച്ചതിന് പിന്നാലെയാണ് സർക്കാർ പിന്നോട്ട് പോയത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ പുതിയ വിഷയങ്ങളിൽ പരസ്യ നിലപാട് വേണ്ടെന്നാണ് CPIയുടെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയും ഗവർണറും ധാരണയിലെത്തിയതോടെ എല്ലാ സർവകലാശാലകളിലും സ്ഥിരം VC നിയമനത്തിന് സർക്കാർ. ഗവർണർ രൂപീകരിക്കുന്ന സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ നൽകാൻ സർവകലാശാലകൾക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകും. സർക്കാരുമായി യോജിച്ചു പോകാൻ താൽക്കാലിക വൈസ് ചാൻസലർമാർക്ക് ഗവർണർ നിർദ്ദേശം നൽകി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിയും ഗവർണറും സമവായത്തിലെത്തിയതോടെയാണ് മറ്റു സർവകലാശാലകളിലും സ്ഥിരം VC നിയമനത്തിന് വഴി തുറക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിലാകും ആദ്യ നിയമനം നടക്കുക. കഴിഞ്ഞ 3 തവണയും കാലിക്കറ്റ് സർവകലാശാല നിർദ്ദേശിച്ചിരുന്ന സെർച്ച് കമ്മിറ്റി പ്രതിനിധി രാജിവെക്കുകയായിരുന്നു. സർക്കാർ നിർദ്ദേശം അംഗീകരിച്ച് പുതിയ സെനറ്റ് പ്രതിനിധിയെ സർവകലാശാല നൽകും. പിന്നാലെ കേരള, കണ്ണൂർ സർവകലാശാലകളിലും VC നിയമന നടപടികൾ ആരംഭിക്കും. സർക്കാരിനും ഗവർണർക്കും താല്പര്യമുള്ളവരുടെ പേരുകൾ പരസ്പര ധാരണയിലെത്തിയാൽ വിവിധ സർവകലാശാലകളിൽ VCമാരായി നിയമിക്കും. സാങ്കേതിക സർവകലാശാലയിൽ സഹകരിച്ച് മുന്നോട്ടു പോകാൻ സിസ തോമസ്, R ബിന്ദു കൂടിക്കാഴ്ചയിൽ ധാരണയിലെത്തി. കേരള സർവകലാശാലയിലെ താൽക്കാലിക VC മോഹനൻ കുന്നുമ്മലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കാണും. മുൻ രജിസ്ട്രാറെയൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു അനുനയ നീക്കത്തിനുള്ള സാധ്യതയുണ്ടോ കേരള സർവകലാശാലയിലെ? പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ എന്താ? മിനിസ്റ്ററെ കാണുമോ? മന്ത്രി ബിന്ദുവിനെ കാണുമോ? മന്ത്രി വരുമെന്ന് പറഞ്ഞിരുന്നു, കണ്ടില്ല. സർക്കാർ ഗവർണർ ധാരണയെ ന്യായീകരിച്ച് LDF കൺവീനറും രംഗത്തെത്തി.
ഭരണപരമായ നടപടിയുടെ പ്രശ്നമായതുകൊണ്ട് അത് ആ അർത്ഥത്തിലുള്ള ചില നിലപാടുകൾ ചില സമയത്ത് എടുക്കേണ്ടി ഇത് ഒരു ദിവസം പോലും നീട്ടിവെക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളൊക്കെ ചില പ്രശ്നങ്ങളിൽ വരും. കേരള സർവകലാശാല രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് സർക്കാർ മാറ്റിയ KS അനിൽകുമാർ ശാസ്താംകോട്ട DB കോളേജിൽ പ്രിൻസിപ്പലായി ജോലിയിൽ പ്രവേശിച്ചു. മീഡിയ 1 തിരുവനന്തപുരം. VC നിയമന സമവായത്തിൽ സംതൃപ്തി അറിയിച്ച് സുപ്രീം കോടതി. നിയമനം സുപ്രീം കോടതി അംഗീകരിച്ചു. സ്ഥിര VC-മാർ ഇല്ലാതെ സർവകലാശാലകൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. VC നിയമനാധികാരത്തിലെ നിയമ പ്രശ്നങ്ങൾ തുടർന്നും പരിഗണിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിലെ സർക്കാർ ഗവർണർ സമവായത്തിൽ പൂർണ്ണ സംതൃപ്തിയാണ് സുപ്രീം കോടതി രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച ശേഷം ശുഭകരമായ സംഭവങ്ങൾ ഉണ്ടായെന്നും കോടതി വ്യക്തമാക്കി. യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരുന്നു VC നിയമനമെന്നും കോടതി ചോദ്യമുന്നയിച്ചു. VC നിയമനത്തിനായി രൂപീകരിച്ച ജസ്റ്റിസ് സുധാൻഷു ദൂലിയ കമ്മിറ്റിയുടെ ഇടപെടലിനും കോടതി നന്ദി അറിയിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവിയിലായിരുന്നു ആശങ്കയുണ്ടായിരുന്നതെന്ന് ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. VC നിയമനവുമായി ബന്ധപ്പെട്ട നിയമപരമായ വിഷയങ്ങളിൽ പരിശോധന തുടരുമെന്നും കോടതി അറിയിച്ചു. സമവായമുണ്ടായത് ഗവർണർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിലെന്ന് അറ്റോർണി ജനറൽ കോടതിയിൽ വ്യക്തമാക്കി. ഭാവിയിലും ഇത്തരം ചർച്ചകൾ തുടരണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ മറുപടി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ VC-മാരായി സിസ തോമസിനെയും സജി ഗോപിനാഥിനെയുമാണ് ചാൻസലർ നിയമിച്ചത്. മീഡിയ 1 ഡൽഹി. VC നിയമനത്തിൽ ഗവർണർ മുഖ്യമന്ത്രി ഒത്തുതീർപ്പ് പരിഹാസ്യമെന്ന് VD സതീശൻ. ഒരു കൂടിയാലോചനയുമില്ലാതെ മുഖ്യമന്ത്രി എടുത്ത തീരുമാനമാണിത്. ഏത് സംഘപരിവാർ നേതാവാണ് ഇതിന് പിന്നിൽ ഇടപെട്ടതെന്നും VD സതീശൻ ചോദിച്ചു. വൈസ് ചാൻസലർമാരുടെ കാര്യത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒത്തുതീർപ്പ് കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്നുള്ള ഘട്ടത്തിലാണ് ഗവർണറുമായി ഇപ്പോൾ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി. യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കോംപ്രമൈസാണ്. ഡൽഹിയിൽ നിന്ന് ഏത് സംഘപരിവാർ നേതാവാണ് ഈ ഒത്തുതീർപ്പിന് വേണ്ടി മുഖ്യമന്ത്രിയെ നിർബന്ധിച്ചത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവ് തുടരും. ഹർജി ഹൈക്കോടതി ജനുവരി 7 പരിഗണിക്കാനായി മാറ്റി. ലിഡിയ ജേക്കബ് വിശദാംശങ്ങൾ നൽകും. ലിഡിയ, കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് എന്തിടപെടലാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലാണ് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അതായത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അതിൽ കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ ഒരു താൽക്കാലിക അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു താൽക്കാലിക ഉത്തരവ് ഹൈക്കോടതി നൽകിയിരുന്നു. അത് വീണ്ടും ഇന്ന് പരിഗണിച്ചപ്പോൾ ആ വിലക്ക്, അറസ്റ്റ് തടഞ്ഞുള്ള ആ ഉത്തരവ് തുടരും എന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. അറസ്റ്റ് തടഞ്ഞുള്ള ആ ഉത്തരവ് നീട്ടിയിട്ടുണ്ട്. മാത്രമല്ല ജനുവരി 7 ഇനി ഇതിൽ വിശദ വാദം കേൾക്കുക. അതിൽ പ്രധാനമായും ഈ രണ്ട് ഭാഗത്തും, രാഹുലിന്റെ ഭാഗത്തു നിന്നും ഒപ്പം പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുമുള്ള വാദം കേൾക്കും. പ്രത്യേകിച്ച് രാഹുലിന്റെ വാദം എന്ന് പറയുന്നത് പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണെന്നും ഇത്തരത്തിൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയിട്ടില്ല എന്നുള്ളതുമാണ് രാഹുലിന്റെ വാദം. അത്തരത്തിൽ രാഹുലിന്റെയും ഒപ്പം പ്രോസിക്യൂഷന്റെയും വാദത്തിൽ വിശദമായിട്ടുള്ള വാദം ഹൈക്കോടതി കേൾക്കും. ഹർജി ഇനി ജനുവരി 7 പരിഗണിക്കുക. എന്തായാലും അറസ്റ്റ് തടഞ്ഞുള്ള ആ ഉത്തരവ് തുടരും. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്. മസാല ബോണ്ട് ഇടപാടിൽ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച ED നടപടിയിൽ മുഖ്യമന്ത്രിക്കും മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനും ആശ്വാസം. നോട്ടീസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്ത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിറക്കി. മുൻപ് കിഫ്ബി സമർപ്പിച്ച ഹർജിയിലും EDക്ക് തിരിച്ചടി നേരിട്ടിരുന്നു. EDയുടെ കാരണം കാണിക്കൽ നോട്ടീസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയും മുൻ ധനമന്ത്രി തോമസ് ഐസക്കും കിഫ്ബി CEO KM എബ്രഹാമും സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. 3 മാസത്തേക്ക് നോട്ടീസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ED മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കിഫ്ബി സമർപ്പിച്ച ഹർജിയിലും ഹൈക്കോടതി സമാന ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ED ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിട്ടുമുണ്ട്. മസാല ബോണ്ട് ഇടപാടിൽ ഫെമ ചട്ടലംഘനവും പണം ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും നടത്തിയിട്ടുണ്ട് എന്നാണ് EDയുടെ കണ്ടെത്തൽ. എന്നാൽ നിയമലംഘനങ്ങൾ നടന്നിട്ടില്ലെന്നും നോട്ടീസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുമാണ് സർക്കാരിന്റെ വാദം. ഹർജി ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ച് വിശദവാദത്തിനായി മാറ്റി. മീഡിയ 1 കൊച്ചി. തൊഴിലുറപ്പ് പദ്ധതി ബില്ലിനെതിരെ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം ബില്ല് കീറിയെറിഞ്ഞു. ബില്ലിൽ ലോക്സഭയിൽ
കൃഷി ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മറുപടി പറയുന്നതിനിടെയാണ് പ്രതിഷേധമുണ്ടായത്. പ്രതിഷേധത്തിനിടെ ബില്ല് പാസാക്കി. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലും ബില്ല് പാസാക്കുകയായിരുന്നു കേന്ദ്രം. ദിവ്യ, അങ്ങനെ തന്നെയാണ്. ശക്തമായ പ്രതിഷേധമാണ് ഇന്നലെയും ഇന്നും ഉണ്ടായത്. ഇന്നലെ ഏകദേശം 1:45 വരെയാണ്, രാത്രി 1:45 വരെയാണ് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച നീണ്ടുപോയത്. 98 അംഗങ്ങളാണ് ബില്ലുമേൽ സംസാരിച്ചതിന് ശേഷം മറുപടിയായത് ഇന്ന് വെച്ചത്. ഇന്ന് 11:30 മുതലാണ് മന്ത്രിയുടെ മറുപടി ആരംഭിച്ചത്. മന്ത്രിയുടെ മറുപടി ആരംഭിച്ച സമയം മുതൽക്ക് തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധമുണ്ടായി. ഗാന്ധിയുടെ ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ട് നടുത്തളത്തിലേക്ക് ഇറങ്ങി വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം കാഴ്ചവെച്ചത്. പിന്നീട് അവസാന ഘട്ടമായപ്പോഴത്തേക്ക് ഈ പ്രതിപക്ഷ അംഗങ്ങൾ ബില്ല് കീറി എറിയുന്ന തരത്തിലേക്ക് പോലും വലിയ തോതിൽ പ്രതിഷേധമുണ്ടായി. പക്ഷേ ബില്ല് പ്രതിപക്ഷത്തിന്റെയും ഈ പ്രതിഷേധത്തെ അവഗണിച്ചുകൊണ്ട് ലോക്സഭയിൽ ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് VBG റാംജി എന്ന പുതിയ ബില്ലാണ് ഇപ്പോൾ ലോക്സഭ പാസ്സാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ രാജ്യസഭയിലേക്കാണ് ഈ ബില്ല് വിടാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇത് JPCക്ക് വിടണമെന്നുള്ളതാണ്. പക്ഷേ JPCക്ക് വിടാൻ തരമില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഇന്നലെ രാത്രി ഏറെ നീണ്ട ചർച്ചയ്ക്ക് ശേഷം ഇന്ന് രാവിലെ ഇപ്പോൾ മന്ത്രിയുടെ മറുപടിക്ക് ശേഷം ഇപ്പോൾ ലോക്സഭയിൽ തൊഴിലുറപ്പ് ഭേദഗതി ബിൽ VBG റാംജി എന്ന പുതിയ ബിൽ ഇപ്പോൾ ലോക്സഭ പാസ്സാക്കിയിരിക്കുകയാണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കേന്ദ്രം കൊണ്ടുവന്ന VBG റാംജി ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയിരിക്കുന്നു. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. ജമാഅത്തെ ഇസ്ലാമിയെ ചാരി ഇസ്ലാമോഫോബിയ പടർത്തി വോട്ട് നേടാനുള്ള CPM തന്ത്രം പരാജയപ്പെട്ടെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. കേരള കോൺഗ്രസിനെയും PV അൻവറിനെയും കൂട്ടി മുന്നണി വികസിപ്പിക്കണമെന്നാണ് ലീഗ് നിലപാട്. കോൺഗ്രസ് അച്ചടക്കമുള്ള പാർട്ടിയായി. VD സതീശിന്റെ നിലപാടുകൾ UDFന് ഗുണകരമാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മീഡിയ 1 നേതാവ് നിലപാട് അഭിമുഖത്തിലായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഭൂരിപക്ഷ വർഗീയ കാർഡ് ഇറക്കി വിജയിക്കാമെന്നായിരുന്നു CPM തന്ത്രം. സംസ്ഥാനത്തുടനീളം അത് പാളിയെന്ന് തെരഞ്ഞെടുപ്പ് തെളിയിച്ചതായി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംഘടനയെ ചാരിക്കൊണ്ട് ഇസ്ലാമോഫോബിയ എന്ന കാർഡ് വെച്ച് ഈ തവണ പഞ്ചായത്ത് ഇലക്ഷൻ കടക്കാം എന്നാണ് അവർ കരുതിയത്. ഇവരെത്ര വലിയ വർഗീയത പറഞ്ഞാലും ശരി ഞങ്ങളെ ബാധിക്കൂല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് ആന്റണി വന്ന് തിരുവങ്ങാടി മത്സരിച്ച പോലെ ഞാൻ പോയി കോട്ടയത്ത് നിന്ന് ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾക്കും തിരിച്ചടി കിട്ടി. അങ്ങനെയുള്ള വർഗീയത പറയുന്ന ആളുകളെ ഒന്നും ആരും പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ സഹകരിച്ചവരെ ഒപ്പം നിർത്തും. സീറ്റ് വിട്ടുവീഴ്ച ചെയ്തും കേരള കോൺഗ്രസിനെയും PV അൻവറിനെയും UDF ഒപ്പം കൂട്ടണം. ഏതെങ്കിലും മതേതര പാർട്ടി കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ വെൽക്കം ചെയ്യണം, അത് വിട്ടുവീഴ്ച ചെയ്ത് കൊണ്ടുവരണം. അതിൽ കേരള കോൺഗ്രസ് പിന്നെ മാണി ഗ്രൂപ്പും പെടും. അൻവറിനെ കൂടെ കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസിന്റെയും VD സതീഷിന്റെയും ഗ്രാഫ് ഉയർന്നു. കോൺഗ്രസ് താഴെ തട്ടിൽ വരെ ശക്തിപ്പെട്ടു. മാത്രമല്ല കോൺഗ്രസ് ഒരു ഡിസിപ്ലിൻ ഉണ്ടായി. സതീശൻ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. അതിലൊന്നും സംശയമില്ല. നോളജ് ലെവല്, അതേപോലെ തന്നെ നിലപാട്, അതുപോലെ തന്നെ കാര്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യം, ഇതൊക്കെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. സമസ്തയിലെ ലീഗ് വിരുദ്ധയുടെ നിലപാട് പരാജയപ്പെട്ടതും കുഞ്ഞാലിക്കുട്ടി ഓർമ്മിപ്പിച്ചു. പാണക്കാട് തങ്ങന്മാർ നേതൃത്വം കൊടുക്കുന്ന പിന്നെ ഒരു കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആരെങ്കിലും സഞ്ചരിക്കാൻ തുടങ്ങിയാൽ അതിന് വലിയ അംഗീകാരം കിട്ടൂല എന്നുള്ളത് ഉറപ്പാണ്. ചങ്ങരംകുളം പഞ്ചായത്ത് ഓഫീസിൽ ശുദ്ധീകരണം നടത്തിയ സംഭവത്തിൽ നടപടിയുണ്ടാകുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. മീഡിയ 1 കോഴിക്കോട്. മലപ്പുറത്തിനെതിരായ വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം ലീഗ് തന്നെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുകയാണ്. BJPക്കൊപ്പം നിന്നതുകൊണ്ട് BDJSന് ഗുണമുണ്ടായില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പൊങ്ങച്ചക്കാരിയാണെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDF പരാജയത്തിന് കാരണം വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശങ്ങളാണെന്ന വിമർശനം തുടരുന്നതിന് ഇടെയാണ് വീണ്ടും വിവാദ പരാമർശങ്ങൾ. മുസ്ലിം ലീഗ് തന്നെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുകയാണ്. ലീഗ് മലപ്പുറം പാർട്ടിയാണ്. അവർ മലപ്പുറത്തേക്ക് എല്ലാം ഊറ്റിക്കൊണ്ടു പോവുകയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ലീഗ് എന്ന് പറഞ്ഞാൽ അത് മലപ്പുറം പാർട്ടിയാണ്. ആ മലപ്പുറം പാർട്ടി മലപ്പുറത്തേക്ക് എല്ലാം ഊറ്റിയെടുക്കുക, അവരുടെ സമ്പന്നരെ സഹായിക്കുകയും ചെയ്യുക. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ മുസ്ലിം ഇതര സ്ഥാനാർത്ഥിയെ ലീഗ് വിജയിപ്പിച്ചില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇപ്പൊ തന്നെ തെരഞ്ഞെടുപ്പ് അവരെല്ലാം ജയിച്ചു മലപ്പുറത്ത്. അപ്പൊ മനസ്സിലായില്ലേ, ഈ മലപ്പുറം പാർട്ടിയാണ് ലീഗ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. BJPക്കൊപ്പം നിന്നതുകൊണ്ട് BDJSന് ഒരു കാര്യവും ഉണ്ടായിട്ടില്ല.
LDF-നൊപ്പം നിൽക്കണമെന്ന് BDJS-ൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. 10 കൊല്ലം കൂടെ നടന്നു. BDJS എന്ത് കൊടുത്തു? ഈ നടന്ന് കാല് തേഞ്ഞതല്ല അവർക്ക് എന്നാ കിട്ടി? ഇടതുപക്ഷത്തിലേക്ക് പോകണമെന്ന് അഭിപ്രായമുള്ള ഒരു വിഭാഗങ്ങളുണ്ട്. അതല്ലേ നിൽക്കണമെങ്കിൽ തന്നെ നിൽക്കണമെന്നുള്ള അഭിപ്രായമുണ്ട്. അതൊക്കെ അവർ കുറച്ച് ആലോചിക്കട്ടെ. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് പൊങ്ങച്ചവും ധാർഷ്ട്യവുമാണെന്ന് വെള്ളാപ്പള്ളി പരിഹസിച്ചു. രണ്ടാം പിണറായി സർക്കാരിൽ പല മന്ത്രിമാരും മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തിയില്ലെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു. മീഡിയ 1 ആലപ്പുഴ. ജോസ് കെ മാണിയെയും പാർട്ടിയെയും UDF-ലേക്ക് ക്ഷണിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ അതൃപ്തി പരസ്യമാക്കി കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ മോൻസ് ജോസഫ് MLA. അവർ വന്നാലേ ഭരണം കിട്ടൂ എന്ന കോൺഗ്രസ് സമീപനം തെറ്റെന്നും മോൻസ് ജോസഫ് മീഡിയ 1-നോട് പറഞ്ഞു. അതിരമ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് തോറ്റതിൽ UDF നേതൃത്വത്തിന് പരാതി നൽകുമെന്നും മോൻസ് വ്യക്തമാക്കി. കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ അവർ വളരെ നാച്ചുറലായി ചെയ്ത ഒരു പ്രസ്താവന എന്നുള്ളത് ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു അപാകത എന്താണെന്ന് ചോദിച്ചാൽ UDF ഇത്രയും ശക്തമായ വിജയം കൈവരിച്ച് നിൽക്കുകയാണ്. അതിലൂടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? UDF അധികാരത്തിൽ തിരിച്ചു വരണം. UDF-ന്റെ കൂടെ നിന്ന് ചതിച്ചു പോയ ഒരു പ്രസ്ഥാനം അവരവിടെ നിന്ന് പരാജയത്തിലേക്ക് പോകുമ്പോൾ അവർ ഇവിടെ വരണം എന്ന് ക്ഷണിച്ചാൽ അവരും കൂടെ വന്നാലേ ഇവിടെ ഭരണം കിട്ടുമെന്ന് തോന്നിപ്പോവും. ഒരു കാര്യമില്ല, അവർ വരേണ്ട കാര്യമില്ലെന്നുള്ളത് വ്യക്തമാവുകയാണ്, പകൽ പോലെ വ്യക്തമാണ്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ വിവരശേഖരണം ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കും. BLOമാർ തിരിച്ചുവാങ്ങിയ എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റലൈസേഷൻ 100% പൂർത്തിയായി. പുതിയ കണക്കനുസരിച്ച് തിരികെ ലഭിക്കാത്ത 24.81 ലക്ഷം ഫോമുകളുണ്ട്. എന്യൂമറേഷൻ ഫോം തിരികെ ലഭിക്കാത്തവരുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. ആകെ വോട്ടർമാരുടെ 8% കൂടുതലാണിത്. ഇതിൽ മരിച്ചവർ 6.49 ലക്ഷവും കണ്ടെത്താനാകാത്തത് 6.89 ലക്ഷം പേരുമാണ്. സ്ഥലം മാറിയവർ 8.21 ലക്ഷം, ഇരട്ട വോട്ടുള്ളവർ 1.34 ലക്ഷം, ഫോം തിരികെ നൽകാൻ വിസമ്മതിച്ചവരടക്കമുള്ള മറ്റുള്ളവർ 1.86 ലക്ഷവുമാണ്. BLOമാർ പ്രാഥമിക വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഈ ലിസ്റ്റിൽ കരട് പട്ടിക വന്നതിന് ശേഷം രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടർമാർക്കും പരാതി ഉന്നയിക്കാം. ഈ സമയത്ത് നമുക്ക് ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് ഒരു മാസം ഉണ്ടാവും. ആ സമയത്ത് അവർക്ക് പരാതിപ്പെടാം. ആ പരാതി കേട്ട ശേഷം ERO അത് കൃത്യമായിട്ട് അതിലെ ഒരു തീരുമാനമെടുക്കും. ഇപ്പോൾ പ്രസിദ്ധീകരിച്ച തിരികെ വരാത്ത ഫോമുകളുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന വ്യാജ പ്രചാരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ASD ലിസ്റ്റ് കുറേ ആൾക്കാർ അതിന് മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. എന്തായാലും സൈബർ പോലീസിനടുത്ത് അത് ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. രാജ്യത്തിന് പുറത്ത് ജനിച്ചവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെയുണ്ടാകുമെന്നും കമ്മീഷൻ അറിയിച്ചു. കരട് വോട്ടർ പട്ടിക ഡിസംബർ 23-നാണ് പ്രസിദ്ധീകരിക്കുക. പേര് ചേർക്കാനോ തിരുത്തലുകൾക്കോ ആക്ഷേപങ്ങൾ അറിയിക്കാനോ ജനുവരി 22 വരെ സമയമുണ്ട്. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21-ന് പ്രസിദ്ധീകരിക്കും. മീഡിയ 1 തിരുവനന്തപുരം. ജിദ്ദ കരിപ്പൂർ വിമാനം തകരാറിലായതിനെ തുടർന്ന് കൊച്ചിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. ലാൻഡിംഗ് ഗിയർ തകരാറിലായതും ടയറുകൾ പൊട്ടിയതുമാണ് കാരണം. 160 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇവരെ പിന്നീട് ബസ് മാർഗം കരിപ്പൂരിലെത്തിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ യാത്രക്കാരുടെ പ്രതിഷേധവുമുണ്ടായി. വിമാനത്തിന്റെ ടയർ പൊട്ടിയ ദൃശ്യങ്ങൾ മീഡിയ 1-ന് ലഭിച്ചു. രാവിലെ 9:10 എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ജിദ്ദ കരിപ്പൂർ വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. തുടർ പരിശോധനയിൽ 2 ടയറുകൾ പൊട്ടിയ നിലയിൽ കണ്ടെത്തി. ജിദ്ദയിൽ നിന്ന് പുറപ്പെടും മുന്നേ തകരാറുകൾ ഉണ്ടായിരുന്നെന്ന് യാത്രക്കാർ. പുറപ്പെട്ടു വിടുമ്പോൾ തന്നെ വണ്ടി ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കര ഒരു സൗണ്ട്, പടപടപടപടാൻ സൗണ്ട്. എന്തിന്റെ ഡിവൈഡറിന്റെ മുകളിൽ കൂടെ എന്തെങ്കിലും കയറി ഇറങ്ങിയിരിക്കുകയാണ് അത് സംഭവം. അപ്പം തന്നെ അത് പൊട്ടിയിരുന്നു. അപ്പം നമ്മളൊന്നും അറിഞ്ഞില്ല, അങ്ങനെ ഒന്ന് പോവുകയും ചെയ്തു. അല്ല, അവിടുന്ന് ജിദ്ദയിൽ പോരുമ്പോൾ തന്നെ കുറഞ്ഞ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീല് പഞ്ചറായ സൗണ്ട് നമ്മൾ പുറത്തറിഞ്ഞിട്ടുണ്ട്. ഭക്ഷണമോ വെള്ളമോ ലഭിച്ചില്ലെന്നും മതിയായ സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നും പരാതിയുണ്ട്. ഇത്രയും സമയം അകത്തിരുന്നിട്ട് പ്രായമായ ഒരുപാട് ഉമ്മമാരൊക്കെ ഉണ്ട് ഉംറക്ക് പോയ. അവർക്ക് മറ്റൊരു ഫുഡിന് വെച്ചിട്ട് ഇതുവരെ അകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ 1.5-2 മണിക്കൂറായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. പ്രതിഷേധത്തിനൊടുവിൽ യാത്രക്കാരെ ബസ് മാർഗം നാട്ടിലെത്തിച്ചു. ജിദ്ദയിൽ റൺവേയിൽ കിടന്ന വസ്തുവിൽ തട്ടിയാണ് ടയറിന് കേടുപാടുകൾ സംഭവിച്ചതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാനുള്ള നടപടികളും തുടങ്ങി. സംഭവത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിക്കും എയർപോർട്ട് ഡയറക്ടർ ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകും. വിമാനം പുറപ്പെടും മുമ്പേ ജാഗ്രത കുറവുണ്ടായെന്നാണ് യാത്രക്കാരുടെ പരാതി. മതിയായ ക്രമീകരണങ്ങൾ ഒരുക്കിയെന്ന്
അധികൃതരും അവകാശപ്പെടുന്നു. വാദപ്രതിവാദങ്ങൾക്കിടയിലും തലനാരിഴയ്ക്ക് അപകടം ഒഴിവായതിൻ്റെ ആശ്വാസത്തിലാണ് യാത്രക്കാരുടെ മടക്കം. കൊച്ചിയിൽ നിന്ന് സച്ചിൻ സജിക്കൊപ്പം സിജോ വർഗീസ്, മീഡിയ 1. വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശനത്തിന് തുടക്കമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി മസ്കറ്റിലെ റോയൽ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ഒമാൻ ഉപപ്രധാനമന്ത്രി സ്വീകരിച്ചു. പാട്ടും പരമ്പരാഗത നൃത്തവും ഒരുക്കി ഇന്ത്യൻ സമൂഹവും നരേന്ദ്രമോദിയെ വരവേറ്റു. സുൽത്താൻ ഹൈത്തം ബിൻ താരിഖുമായി അൽ ബറക്ക കൊട്ടാരത്തിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഒമാൻ കൺവെൻഷൻ സെന്ററിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യാന്തര ചലച്ചിത്രമേളയിൽ വീണ്ടും 6 സിനിമകൾക്ക് കേന്ദ്രം വിലക്കേർപ്പെടുത്തി. ഇതോടെ 6 സിനിമകൾ IFFKയിൽ പ്രദർശിപ്പിക്കേണ്ടെന്ന് അക്കാദമി തീരുമാനിച്ചു. കേന്ദ്ര സർക്കാർ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചതിന് പിന്നാലെയാണ് തീരുമാനം. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭിക്കാത്തതാണ് വിലക്കിന് കാരണം. TP വധക്കേസിലെ പ്രതി കൊടിസുനിയുടെ ബന്ധുക്കളിൽ നിന്നടക്കം ജയിൽ DIG വിനോദ് കുമാർ കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തൽ. മയക്കുമരുന്ന് കേസുകളിലെ പ്രതികൾക്ക് പരോളിനായി അനധികൃതമായി റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയതായും വിജിലൻസ് കണ്ടെത്തി. വിനോദ് കുമാറിനെതിരെ അച്ചടക്ക നടപടി ഉടനുണ്ടായേക്കും. ജയിൽ DIG വിനോദ് കുമാറിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് പുറത്തു വന്നത്. രാഷ്ട്രീയ തടവുകാരെ സഹായിക്കുന്നതിനായി അനധികൃതമായി ഇടപെടലുകൾ നടത്തി. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന കൊടിസുനിക്കും സഹായം ചെയ്തു നൽകി. ഇതിന് സുനിയുടെ ബന്ധുക്കളിൽ നിന്ന് പണം കൈപ്പറ്റി. ലഹരി കേസിലെ പ്രതികൾക്ക് പരോളിനായി അനുകൂലമായ റിപ്പോർട്ട് തയ്യാറാക്കി നൽകി. 12 തടവുകാരുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വിനോദ് കുമാർ പണം സ്വീകരിച്ചിട്ടുണ്ട്. ഗൂഗിൾ പേ വഴിയും ഇടനിലക്കാർ മുഖേനയുമാണ് പണം കൈപ്പറ്റിയിരുന്നത്. വിയ്യൂർ ജയിലിലെ വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ വിനോദ് കുമാറിന് സഹായം ചേരുന്നതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. വിനോദ് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചു. സസ്പെൻഷൻ നടപടി ഉടനുണ്ടാകുമെന്നാണ് വിവരം. മീഡിയ 1 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം സെക്രട്ടറി S. ജയശ്രീക്ക് താൽക്കാലിക ആശ്വാസം. ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു. അടുത്ത മാസം 8, 9 തീയതികളിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ജയശ്രീക്ക് നിർദ്ദേശം നൽകി. ആരോഗ്യ കാരണങ്ങൾ പരിഗണിച്ചാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിന്റെ തീരുമാനം. ജയശ്രീ മിനിറ്റ്സിൽ തിരുത്തൽ നടത്തിയെന്നാണ് കണ്ടെത്തൽ. ആഷസ് പരമ്പരയിലെ 3ാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഓസ്ട്രേലിയക്ക് മേൽക്കൈ. 1ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് തുടരുന്ന ഇംഗ്ലണ്ടിന് 8 വിക്കറ്റ് നഷ്ടമായി. 3 വിക്കറ്റ് വീഴ്ത്തി ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ആണ് ഓസീസിന് കരുത്തായത്. നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 371 റൺസാണ് നേടിയത്. ലീഡ് നേടാൻ ഇംഗ്ലണ്ടിന് 188 റൺസ് കൂടി വേണം.